ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? നമുക്ക് കുറച്ച് ജേണൽ സപ്ലൈസ് ചെയ്ത് നോക്കിയാലോ? ചെയ്യുന്നവരുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. അതിന് വേണ്ട സപ്ലൈസ് ആദ്യം എടുക്കാവേ. കുറച്ച് പേപ്പറും സ്കെച്ച് പെന്നും പെൻസിലും സ്കെയിലും അങ്ങനെ എല്ലാ സപ്ലൈസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ, എങ്കിലും ഞാൻ ചുമ്മാ എല്ലാം വാരി കൂട്ടിയെന്നേ ഉള്ളൂ. അത് നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാമ്പ് ചെയ്യാൻ നോക്കിയാലോ? അതിന് 4 സെൻറ്റിമീറ്റർ വിട്താണ് ഞാൻ പേപ്പർ എടുത്തേക്കുന്നത്. ലെങ്ത് ഞാൻ മറന്നുപോയി കേട്ടോ. അത് ഇങ്ങനെ മടക്കി മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള പോലെ മടക്കി എടുക്കാവേ. നിങ്ങൾക്ക് വെർട്ടിക്കൽ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ സ്റ്റാമ്പ് ചെയ്യാം, ഹൊറിസോണ്ടൽ ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ ചെയ്യാം കേട്ടോ. ഇനി സൈഡൊക്കെ ഒന്ന് ആ കർവ് വരത്തില്ലേ, അതിന് വേണ്ടിയാണ് ഈ സൈഡെല്ലാം പഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് വെച്ച് പഞ്ച് ചെയ്യുവാണെങ്കിൽ പരിപാടി ഈസിയാവും. ഒരു 4-5 സ്റ്റാമ്പ് ഒരുമിച്ച് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു 5 സ്റ്റാമ്പിനുള്ള പേപ്പർ കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഓരോന്നിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരച്ചു കൊടുക്കാവുന്നതാണ്. പാറ്റേൺസ് വേണേൽ പാറ്റേൺസ് വരച്ചു കൊടുക്കാം. നമുക്കൊരു പൂവിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തത്. ലാസ്റ്റ് ഒരു ഔട്ട്ലൈനും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവം റെഡിയായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റാമ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും സ്കൂളിൽ സ്റ്റാമ്പൊക്കെ കിട്ടുന്നുണ്ടോ? അതെനിക്ക് വലിയ തിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ എന്ത് പ്രോഗ്രാം വെച്ചാലും സ്റ്റാമ്പ് കിട്ടുമായിരുന്നു. അങ്ങനെ ഒത്തിരി സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതുമാത്രമല്ല, പണ്ട് ലെറ്റേഴ്സൊക്കെ അയക്കുമ്പോൾ ഉള്ള സ്റ്റാമ്പൊക്കെ ഇല്ലേ, അതൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ, സ്റ്റാമ്പ് കളക്ഷൻ. അതിൻ്റെ കുറച്ച് കളക്ഷനൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ അറിയാമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റാമ്പ് റെഡിയാക്കി. അതിനും ഒരു ഔട്ട്ലൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ നമ്മൾ 5 സ്റ്റാമ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 2-3 വേർഡ്സാണ് എഴുതിയേക്കുന്നത്. അങ്ങനെ സ്റ്റാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ക്രിസ്മസ് തീമിൽ 2-3 സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അധികം ആരും അത് കണ്ടിട്ടില്ല കേട്ടോ. അത് ഫുള്ളി ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്താണ്. അങ്ങനെ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ ഇത്രയും സ്റ്റാമ്പാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് ചെയ്താലോ? പാറ്റേൺ പേപ്പേഴ്സ് ഫസ്റ്റ് തന്നെ ഞാൻ ഗ്രിഡാണ് ചെയ്യുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നൊരു സംഭവമാണല്ലോ. ഈ പാറ്റേൺ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് വൺ ഇതൊക്കെ എനിക്ക് അപ്പോൾ തോന്നിയൊരു ഐഡിയ വരച്ചെടുത്തതാണ് കേട്ടോ. ഇതൊന്നും എങ്ങും കാണത്തില്ല. നമ്മുടെ ഓണായിട്ടുള്ള എന്തും നമുക്കിതിനകത്ത് പ്രയോഗിക്കാവുന്നതാണ്, എന്ത് പാറ്റേൺസും. അങ്ങനെ നമ്മുടെ സെക്കൻഡും വരച്ചെടുത്ത് കേട്ടോ. ഇതിന് വലിയ മെഷർമെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാനൊരു ഇഷ്ടമുള്ള ഒരു ഇതിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത പേപ്പറാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്തൊക്കെ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് വിട്ടും ഹൈറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത്. അങ്ങനെ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പാറ്റേൺ പേപ്പേഴ്സാണ് ഞാൻ റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇനി അടുത്തത് എന്ത് നോക്കാം? നമുക്ക് കുറച്ച് സ്റ്റിക്കി നോട്ട്സ് നോക്കാം. അതിന് കുറച്ച് കളർ പേപ്പർ എടുത്ത് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 4 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. 7 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കി നോട്ട്സ് ഒന്നും മേടിച്ച് കഷ്ടപ്പെടണ്ടോ, ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ആദ്യം ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് പോർഷനിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി സെയിം പൊസിഷനിൽ തന്നെ അടുത്തെടുത്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ടും സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇതൊരു മെത്തേഡാണ്, വേറെ മെത്തേഡും ഉണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി അതിൻ്റെ പുറത്തോട്ട് അടുത്ത പേപ്പറും എടുത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ വേഗം എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐഡിയ കേട്ടോ. കുറച്ച് കളർ പേപ്പർ ആണെങ്കിൽ നമുക്ക് സ്റ്റിക്കി നോട്ട്സ് നമുക്ക് തന്നെ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി എല്ലാം എടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രാ വന്നേക്കുന്ന സെല്ലോ ടേപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ അല്ല, സൈഡിലത്തെ. അങ്ങനെ ഞാനൊരു 3 കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 3 കളർ നമുക്കൊരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്താലോ? അങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ പേപ്പർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ. കുറച്ച് ഹാർട്ട് ഷേപ്പൊക്കെ വരച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് പ്രൈവറ്റ് ബസ്സിലെ ടിക്കറ്റ് പോലൊക്കെ തോന്നുന്നുണ്ടോ? എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. അപ്പോൾ നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് റെഡിയായി. ഇനി അടുത്തത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായി കാണുമല്ലോ, വാഷി ടേപ്സ് തന്നെ. എൻ്റെ അടുത്ത് A4 സൈസ് പേപ്പറൊന്നും ഇല്ലായിരുന്നു, അത് കാരണം ബുക്ക് പേപ്പറിലാണ് ചെയ്യുന്നത് കേട്ടോ, സോറി. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് തണ്ണിമത്തങ്ങ വരച്ച് തുടങ്ങിയാലോ? നിങ്ങളുടെ നാട്ടിലും തണ്ണിമത്തങ്ങ എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഈ സംഭവം വരയ്ക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആവത്തില്ലേ നിങ്ങൾ? ഞാൻ ഭയങ്കര ഹാപ്പി ആവും. ഇത് ഫിനിഷ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു തണ്ണിമത്തൻ്റെ ഒരു ഫീലൊക്കെ വരുമ്പോഴത്തേക്കും ഹാപ്പി ആവുന്നതാണേ. ബാക്ക്ഗ്രൗണ്ട് ഒരു കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വാഷി ടേപ്സ് ചെയ്യാനാണെങ്കിൽ 2-3 കളർ മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ വിട്ട് എടുത്തേക്കുന്നത് ഒരു 2 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ലെങ്ത് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, എക്സ്ട്രായും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് വരയ്ക്കുന്നത് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. എക്സ്ട്രാ ഒരെണ്ണം കൂടെ വരച്ചെടുത്തിട്ട് നമുക്ക് രണ്ടും കൂടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ 2-3 കളർ മിക്സ് ചെയ്ത് ആണ് സെക്കൻഡ് വരച്ച്. അങ്ങനെ നമ്മുടെ എല്ലാം വരച്ച് കഴിഞ്ഞു.
എല്ലാം ഒന്നും കാണിക്കാത്തത് ഒത്തിരി ടൈം എടുക്കുന്ന കാരണമാണേ ഞാൻ 2-3 എണ്ണം ഞാൻ പെൻസിലിലാണ് വരച്ചെടുത്തത് കേട്ടോ. അതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നി. പിന്നെ ഈ തണ്ണിമത്തങ്ങയുടെ ഇഷ്ടപ്പെട്ടു. ഇത് 2-3 എണ്ണം ഞാൻ പെൻസിലിൽ വരച്ചെടുത്തതാണ് കേട്ടോ. അത് കുറച്ചുകൂടെ ലൈറ്റ് കളേഴ്സായിട്ട് തോന്നിയത് കാരണമാണെന്ന് തോന്നി എനിക്കിഷ്ടപ്പെട്ടത്. ഇതെല്ലാം നമ്മുടെ ഓൺ ഐഡിയ കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ടിഷ്യൂ ടേപ്പില്ലേ, അതാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത വരച്ചതും കൂടെ ഒരുമിച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാവേ. അപ്പോൾ എക്സ്ട്രാ ഒന്നും കട്ട് ചെയ്തൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു റൗണ്ട് ചെയ്തെടുക്കാം. റൗണ്ടിൽ ചെറുതായിട്ട് ഒരു സൈഡിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് ഈ വാഷി ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ റൗണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ആ ടേപ്പിൻ്റെയൊക്കെ ആ റൗണ്ടില്ലേ അതുപോലെ തന്നെ ഇരുന്നോളും. ഇനി ഇപ്പുറത്തെ സൈഡിൽ ചെറുതായിട്ടൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മതിയേ. അങ്ങനെ നമ്മുടെ വാഷി ടേപ്പ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്രയുമാണ് ഞാൻ ചെയ്തെടുത്തത്. ഇനി അടുത്ത സ്റ്റിക്കേഴ്സ്. എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നതല്ലേ, എല്ലാം ഭയങ്കര സിമ്പിൾ സാധനങ്ങളായത് കാരണമാണ്. നമുക്കൊരു കാറിൻ്റെ സ്റ്റിക്കർ ചെയ്യാവേ. ആദ്യം തന്നെ നമുക്കൊരു കാറിൻ്റെ സ്റ്റിക്കർ ചെയ്യാവേ. എല്ലാ സ്റ്റിക്കേഴ്സും ഞാൻ ആദ്യം വരച്ചെടുത്തിട്ടുണ്ട്. ഇതും കുറച്ച് സിമ്പിളായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെയാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ലാസ്റ്റ് ഞാനൊരു ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുത്തിട്ടോ, ഒരു ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാത്തിലും ഓരോ ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കുറച്ച് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാഷി ടേപ്പിൽ വരച്ച തണ്ണിമത്തങ്ങ തന്നെ ഇതിനകത്തും വരച്ചു കൊടുത്തിട്ടുണ്ട്, സ്റ്റിക്കറിനകത്തും. ഇനി നമുക്ക് എല്ലാം ഒന്ന് സെല്ലോ ടേപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇനി നമ്മുടെ അടുത്ത് ബട്ടർ പേപ്പർ ഒന്നും ഇല്ല, അത് കാരണം ബാക്കിൽ ഞാൻ ഗമ്മ് തേച്ചിട്ട് ഒന്ന് ഉണക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഇനി ഇച്ചിരി വെള്ളം തേച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ. സംഭവം സിമ്പിളായിട്ട് നല്ലപോലെ ഒട്ടും. ഇനി അടുത്ത കുറച്ച് കോഡ്സ് എഴുതി നോക്കിയാലോ. അതിന് കുറച്ച് കളർ പേപ്പറാണ് എടുത്തത്. വൈറ്റ് പേപ്പർ ആണെങ്കിൽ വൈറ്റ് പേപ്പർ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ബ്ലാക്ക് പേപ്പർ എടുക്കുവാണെങ്കിലും അത് നല്ലോണം സൂട്ടാകും കേട്ടോ. അതിനകത്ത് വൈറ്റ് ഇങ്ക് വെച്ച് എഴുതുവാണെങ്കിൽ. അങ്ങനെ ഒരു 10 കോഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ബാക്കിൽ ഞാൻ ഇതുപോലെ ടിഷ്യൂ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഞാൻ ചെയ്ത സപ്ലൈസ്. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ടാറ്റാ ബേബി, അടുത്ത വീഡിയോയിൽ കാണാവേ. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.